ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുന്നത് നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. 150 റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ഇവിടെ ഇങ്ങനെ പല തരത്തിലുള്ള ഇൻസെക്ട്സ് വെച്ചിട്ടുണ്ട്. ജയൻറ്റ് സൈസിലാണ് ഇൻസെക്റ്റ് ഫ്ലവേഴ്സൊക്കെ ഉള്ളത്. റോബോട്ടിക് ഇൻസെക്ട്സ് ആണ്. അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളുമായിട്ടൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഋതു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. നമ്മൾ പിന്നെ ഒരു ഇട ദിവസമാണ് പോയത്, അതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാം സമയമെടുത്ത് കാണാനും ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയായിരുന്നു. വീക്കെൻഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റഷ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ചെല്ലുന്നത് ഇതുപോലെ ഫ്ലവേഴ്സ് കൊണ്ട് ഹാർട്ട് ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലോറൽ ആർച്ചിലൂടെയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ മാൻമെയ്ഡ് മോഡൽ ഉള്ളത്. ഇത് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് വരെ നമുക്ക് എത്താൻ പറ്റും. അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമ്മുടെ മേത്തേക്ക് ഈ ചാറ്റൽ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വീഴില്ലേ, അതുപോലെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. നല്ല തണുപ്പാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് ഈ എക്സ്പോയുടെ മെയിൻ അട്രാക്ഷനായ സറിയൽ വാട്ടർഫോളിലേക്കാണ്. നമ്മൾ പകൽ സമയത്താണ് പോയത്. രാത്രിയാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ് ഈ വാട്ടർഫോൾ കാണാനായിട്ട്. അവർ ഈ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ വാട്ടർഫോളിൽ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ഋതു നല്ല കളിയായിരുന്നു. നമുക്ക് ഇവിടെ ഇരിക്കാം, കളിക്കാം, കുളിക്കാം, എന്ത് വേണേൽ ചെയ്യാം. ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട് മേളിലവർ. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോവാതിരുന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നനഞ്ഞാലും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചെല്ലുന്ന ഇതുപോലെ ഫേർണിച്ചറൊക്കെ ഉള്ള ഒരു സ്റ്റോളിലേക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടെല്ലാം സ്റ്റോളുകളാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു ബുക്കിൻ്റെ സ്റ്റോറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാ ബുക്സും അത്യാവശ്യം റീസണബിൾ റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് ഐറ്റംസും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ അലുവയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു സാമ്പിൾ വാങ്ങി കഴിച്ചു നോക്കിയായിരുന്നു. പിന്നെ ടോയ്സിൻ്റെ ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട്. മോന് നല്ല കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ ഉള്ള ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസ്, മാല, വള, അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല റീസണബിൾ റേറ്റിലായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നത്. ഈ അച്ചാറിൻ്റെയൊക്കെ ഏരിയയിൽ കൂടി വരുമ്പോൾ വായിൽ വെള്ളം വന്നിട്ട് പോയായിരുന്നു. അത്രയ്ക്ക് നല്ല മണമായിരുന്നു. പിന്നെ ഒരു ഫുഡ് സ്റ്റോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഫുഡ്സും ഉണ്ടായിരുന്നു. ഇനിയാണ് കേട്ടോ നമുക്ക് റൈഡ്സുകളൊക്കെ വരുന്നത്. ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട്. ഋതു ഇതിലൊന്നിലും കയറിയില്ല കേട്ടോ. അവന് നല്ല പേടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇനി വെക്കേഷൻ കഴിയുന്നത് വരെ ഇതിവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതുവരെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക്